algebra of functions. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് സപ്പോസ് എഫ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് എന്നും രണ്ട് ഫംഗ്ഷൻ കിട്ടിയാൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, എഫ് ബൈ ജി തുടങ്ങിയവ എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെ പറ്റിയാണ്. ഉദാഹരണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 1 എന്ന് തന്നാൽ എങ്ങനെയാണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക? എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1. എങ്ങനെയാണ് എഫ് മൈനസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക? എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 1. എന്തിനാ ഈ ബ്രാക്കറ്റ് ഇട്ട്? ഈ മൈനസിന് ശേഷം രണ്ട് ആൾക്കാർ വന്നത് കൊണ്ടാണ് ഈ ഒരു ബ്രാക്കറ്റ് ഇടേണ്ടി വന്നത്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഈ പ്ലസ് 1 എങ്ങനെ ആയി എന്ന് നിങ്ങൾ ചിന്തിക്കട്ടോ. ശേഷം എങ്ങനെയാണ് എഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക? എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 2x മൈനസ് 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഇങ്ങനെ എഴുതിയാലും മതി, വേണമെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എക്സ് സ്ക്വയർ ഇൻറ്റു 2x ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാം. ലാസ്റ്റ് വൺ, എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് നമുക്കറിയാം 2x മൈനസ് 1 ആണ്. ഇതാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, തൽക്കാലം ഇത്ര മതി. ശേഷം ഒരു ഫംഗ്ഷന്റെ ഡൊമൈന് മാത്രം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ, ഡൊമൈന് മാത്രം, റേഞ്ച് കാണാൻ നമ്മൾ പഠിച്ചു, ഡൊമൈനും റേഞ്ചും കൂടി ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഈ ഡൊമൈന് മാത്രം ചോദിക്കുകയാണെങ്കിൽ രണ്ട് കണ്ടീഷനാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഒന്ന്, റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടാവരുത്. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടാവരുത്. എല്ലാ സമയത്തും റൂട്ടിന്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് വരണം. രണ്ടാമത്തത്, ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവരുത്. ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവരുത്. ഇനിയുണ്ട്, ലോഗിനുള്ളിൽ 0 ആവരുത്, നെഗറ്റീവ് ആവരുത്. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഏറ്റവും ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ രണ്ട് കണ്ടീഷനാണ്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടാവരുത്, ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവരുത്. ഉദാഹരണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 1. ഇതിന്റെ റേഞ്ച് അല്ല, ഞാൻ പറയുന്നത് ഡൊമൈൻ ആണ്. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ചോദിച്ചാൽ ഈ രണ്ട് പ്രശ്നങ്ങളും ഇതിലില്ല. കാരണം ഇവിടെ റൂട്ടും ഇല്ല, അതേപോലെ ആരുമില്ല, ഡിനോമിനേറ്ററും ഇല്ല. therefore ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ മുഴുവനായിട്ടും വരും. വെറും 6 എഴുതി വെക്കരുത്, ഇങ്ങനെ വേണം എഴുതി വെക്കാൻ. ഒരു 6 എഴുതി ഒരു വരെയും കൂടി അധികം വരക്കണം. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ മുഴുവനായിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ. അതിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ വന്നാൽ അതിന് എക്സ് ആക്സിലേക്ക് അമർത്തി വെച്ചാൽ, എക്സ് ആക്സിലേക്ക് ഇങ്ങനെ ഈ ഗ്രാഫിനെ അമർത്തി വെച്ചാൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടാവും നമുക്കറിയാം. ഓക്കെ, അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1ന്റെ ഡൊമൈന് 6 ആവാനുള്ള കാരണം അതിൽ ഡിനോമിനേറ്റർ ഇല്ല, റൂട്ടും ഇല്ല. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1/4. ഈ ഫംഗ്ഷൻ ഡൊമൈൻ എന്താ? അതും 6 തന്നെയാണ്. 6 എന്ന് പറഞ്ഞാൽ ആരാ? -∞ മുതൽ ഇൻഫിനിറ്റി വരെ. എന്തുകൊണ്ട്? ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നിട്ടില്ല, റൂട്ട് വന്നിട്ടില്ല. പിന്നെ ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇല്ല, കാരണം ഡിനോമിനേറ്റർ നിലവിൽ 4 ആണ്. therefore ഈ രണ്ട് പ്രശ്നങ്ങളും അവിടെ ഇല്ല. ആയതുകൊണ്ട് അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 6 ആണ് വരിക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. f of x equal to 2x plus 1 by x minus 4. ഓക്കെ, ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട് ഡിനോമിനേറ്റർ 0 ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. x minus 4 0 ആവാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴാണ്? x equal to 4 ആവുമ്പോൾ. അപ്പൊ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല എന്നാ? 0 ആവാൻ പാടില്ല എന്നാണ്. അപ്പൊ റിയൽ നമ്പർ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. റിയൽ നമ്പർ എന്ത് വേണമെങ്കിലും ഡൊമൈനിൽ വെക്കാം. പക്ഷെ ആരെ വെക്കാൻ പാടില്ല? 4 വെക്കാൻ പാടില്ല. 6ൽ നിന്നും 4 ഒഴിവാക്കണം. എന്തിനാ 6ൽ നിന്ന് 4 ഒഴിവാക്കിയത്? അഥവാ 4 ഇവിടെ വരികയാണെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവുമല്ലോ. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്നാണ്. അപ്പൊ ആയതുകൊണ്ട് r - 4. ഒന്നും കൂടി f of x equal to 2x plus 8 by
എക്സ് സ്ക്വയർ എല്ലാ സമയത്തും 2x plus 8 തന്നെ വന്നോളുന്നില്ല കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 by x square minus 4x plus 3 വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഇതേ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. ഡിനോമിനേറ്റർ 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുക നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 4x plus 3 എപ്പോഴാണ് 0 ആവുക? ഇവിടെ a ഈക്വൽ ടു 1, b ഈക്വൽ ടു -4, c ഈക്വൽ ടു 3. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a ചെയ്താൽ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ലാസ്റ്റ് ആൻസർ 1 കിട്ടും 3 കിട്ടും. Therefore റിയൽ നമ്പർ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷെ ഡിനോമിനേറ്ററിനെ 0 ആക്കുന്ന 1നെയും 3നെയും വെക്കാൻ പാടില്ല. അപ്പൊ റിയൽ നമ്പറിൽ നിന്ന് ആരൊഴിവാക്കണം? 1നെയും 3നെയും ഒഴിവാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ 0 വരുന്ന ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 1 ചോദിച്ചു. എഫ് ഓഫ് എക്സ് ഈക്വൽ റൂട്ട് എക്സ് മൈനസ് 1ന്റെ ഫൈൻഡ് ഡൊമൈൻ എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കണ്ടീഷനാണ്. റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടാവരുത്, ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവരുത്. ഡിനോമിനേറ്ററിൽ 0 ഉണ്ടാവുന്ന കേസ് ഇതിലില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ റൂട്ടിന്റെ ഉള്ളിലുള്ള ഈ എക്സ് മൈനസ് 1 എന്താവണം? 0 ആവരുത്, അത് 0നേക്കാൾ വലുതാവണം. ഓക്കെ, അപ്പൊ ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് റിയൽ നമ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ 1 മാർക്ക് ചെയ്യുക, 1ന്റെ അവിടെ കറുപ്പിക്കുക. 1നേക്കാൾ വലിയ എക്സുകൾ, 1നേക്കാൾ വലിയ എക്സുകൾ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലിയ നമ്പറുകൾ ആ 1ന്റെ വലത്തെ ഭാഗമാണ് ഉണ്ടാവുക. ഓക്കെ, ആ 1 മുതൽ ഇൻഫിനിറ്റി വരെ, 1 മുതൽ ഇൻഫിനിറ്റി വരെ. മറ്റൊരു ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് 3 മൈനസ് എക്സ്. ഇപ്പൊ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടാവരുത്. ഓക്കെ, 3 മൈനസ് എക്സ് എന്താവണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അപ്പൊ എക്സ് അങ്ങോട്ട് പോയാൽ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആവണം. തിരിച്ചെഴുതിയാൽ എക്സ് ലെസ് ദാൻ ഓർ, രണ്ടും സെയിം ആണ് കേട്ടോ. 3 ഇവിടെ വലുതാണ്, ഇവിടെയും 3 വലുത് തന്നെയാണ് കേട്ടോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അത് ലൈന് വരച്ചു, 3 മാർക്ക് ചെയ്തു, 3ന്റെ അവിടെ ഒന്ന് കറുപ്പിച്ചു. 3നേക്കാൾ ചെറിയ എക്സുകൾ, അവിടെ നിന്നിട്ട് അർത്ഥമാക്കേണ്ടത് 3നേക്കാൾ ചെറിയ എക്സുകൾ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇതുണ്ടാവുക. അപ്പൊ ഈ എൻഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ആണ്, ഇതെന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ 3 വരെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഡൊമൈൻ മാത്രം ചോദിച്ചാൽ ചെയ്യേണ്ടത്. അപ്പോ രണ്ട് ഫംഗ്ഷൻ ഒരുമിച്ച് വന്നാലോ? ഉദാഹരണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് 1 പ്ലസ് റൂട്ട് 3 മൈനസ് എക്സ്. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡൊമൈനും തമ്മിൽ കൂടി വരുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമാണ് അതിന്റെ ഡൊമൈൻ ആക്കി എടുക്കേണ്ടത്. കാണിച്ചുതരാം. ഇപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്തായിരിക്കും വരിക? എക്സ് മൈനസ് 1 ഇങ്ങനെ ആവണം, അഥവാ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 1 മാർക്ക് ചെയ്തു, 1 കറുപ്പിച്ചു. 1നേക്കാൾ വലിയ എക്സുകൾ, അപ്പൊ ഈ ഭാഗത്താണ് ഉണ്ടാവുക. അത് 1 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതാണ് കൺസിഡർ ചെയ്യണമെങ്കിലോ, അപ്പോൾ 3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഈ എക്സ് അങ്ങോട്ട് പോയാൽ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആവണം. തിരിച്ചെഴുതിയാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആവണം. അപ്പോൾ 3 മാർക്ക് ചെയ്തു, 3 കറുപ്പിച്ചു. 3 കറുപ്പിക്കാനുള്ള കാരണം എന്താ? ഇവിടെ ഈക്വൽ ടു വന്നോണ്ടാ. നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി 3നേക്കാൾ ചെറിയ എക്സുകൾ, അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടി ചേർത്ത് വരച്ചാൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും. 1നേക്കാൾ വലിയ എക്സുകൾ അങ്ങോട്ടും 3നേക്കാൾ ചെറിയ എക്സുകൾ ഇങ്ങോട്ടും, രണ്ടും കൂടി വരുന്ന ഭാഗം ഇതിലേതാ? ഒന്നാമത്തെ ഭാഗം. അത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 1നേക്കാൾ വലിയ എക്സുകൾ ആ പുറത്തേക്ക് അങ്ങോട്ട് മുഴുവൻ. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 3നേക്കാൾ ചെറിയ എക്സുകൾ ഇങ്ങോട്ടും. ഇത് മഞ്ഞയും കറുപ്പും കൂടി ചേർന്ന ഭാഗം ഏതാ? ഇത്രയും ഭാഗമല്ലേ. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 1, 3. അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇന്റർവെൽ 1, 3 ആണ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by f of x equal to
1/√x-3 ആണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ രണ്ട് ഇഷ്യൂ ഉള്ളത്. ഒന്നാമത്തെ എന്താ, ഡിനോമിനേറ്റർ 0 ആവാൻ ചാൻസ് ഉണ്ട്, ഡിനോമിനേറ്ററിന്റെ ഉള്ളിൽ റൂട്ട് വരുന്നുണ്ട്. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആവരുത്. അപ്പൊ x-3 ഈ റൂട്ടിന്റെ അകത്ത് ആരാവാൻ പാടില്ല, നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ x-3 എന്താവണം, >= 0 ആവണം. ഈ 3 അങ്ങോട്ട് പോയാൽ x > 3 ആവും. ഇവിടെ x > 3 ചെറിയ പ്രശ്നമുണ്ട്. ഇത്രയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇത് ഡിനോമിനേറ്ററും കൂടി ആയതുകൊണ്ട്, ഇതിൽ ഡിനോമിനേറ്ററിന്റെ ഭാഗത്താണ് ഇത് വരുന്നത് കൊണ്ട് ഡിനോമിനേറ്ററിൽ 0 ആവാൻ പാടില്ല എന്നല്ലേ. അപ്പൊ ഇവിടെ എപ്പോഴാണ് 0 ആവുക, x-3 എപ്പോഴാണ് 0 ആവുക, x = 3 ആവുമ്പോഴല്ലേ. അപ്പൊ ഇതിൽ എന്തുണ്ടാവാൻ പാടില്ല, 3 എന്നുള്ള പോയിന്റ് വരാൻ പാടില്ല. therefore x > 3. x > 3 എന്ന് പറഞ്ഞാൽ 3 എന്ന പോയിന്റ് ഇതാണെങ്കിൽ 3 ഒന്ന് റൗണ്ട് ചെയ്യാനുള്ള കാരണം ഇവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. 3 റൗണ്ട് ചെയ്തിട്ട് 3നേക്കാൾ വലിയ എക്സുകൾ അതാ ഈ ഭാഗത്തേക്ക്. therefore 3 മുതൽ ഇൻഫിനിറ്റി വരെ. 3നെ അവിടെ റൗണ്ട് ചെയ്യണം, ഇൻഫിനിറ്റി അവിടെയും റൗണ്ട് ചെയ്യണം. 3നെ റൗണ്ട് ചെയ്യാനുള്ള കാരണം ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ.